മമ്മൂക്ക വാമ്പയർ ആയിട്ട് വരാൻ പോകുന്നു. ഈയിടെ നടന്ന ഒരു ഇന്റർവ്യൂവിലാണ് മമ്മൂക്ക ഈ കാര്യം പറഞ്ഞത്. തന്റെ ഒരു വാമ്പയർ മൂവി ഉണ്ടാകുമെന്ന്. ഈ സിനിമ ലോക സിനിമയുടെ കണ്ടിന്യൂഷൻ ആണോ അതോ ഒരു സ്റ്റാൻഡലോൺ സിനിമയാണോ എന്ന് വ്യക്തമല്ല. സിനിമയെ പറ്റിയുള്ള ഒരു ഫുൾ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. ആരാണ് സംവിധായകൻ, ആരുടെയൊക്കെ കൂടെയാണ് അഭിനയിക്കുന്നത് എന്നൊന്നും വ്യക്തമല്ല. ബ്രഹ്മയുഗത്തിലെ കൊടുമ്പൻ പോറ്റിയെ വെല്ലുന്ന ഒരു കിടിലൻ നെഗറ്റീവ് കഥാപാത്രമായിരിക്കും ഇനി വരാൻ പോകുന്നത്. കാത്തിരിക്കാൻ കൂടുതൽ അപ്ഡേറ്റ്സിനായി. കറുപ്പ്. RJ ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനായി വരുന്ന ഒരു ആക്ഷൻ ഡ്രാമ സിനിമയാണ് കറുപ്പ്. സിനിമയിൽ സൂര്യയുടെ നായികയായി വരുന്ന തൃഷയായിരിക്കും. നാളെ ഏപ്രിൽ 27-ന് സിനിമയുടെ ഓഡിയോ ലോഞ്ച് മധുരയിൽ വെച്ച് നടക്കുന്നതായിരിക്കും. ഓഡിയോ ലോഞ്ച് മാത്രമായിരിക്കും ഉണ്ടാവുക. സിനിമയുടെ ട്രെയിലറിനെ പറ്റി ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഒരുപക്ഷെ ട്രെയിലർ ഓഡിയോ ലോഞ്ചിന് ശേഷമായിരിക്കും റിലീസ് ചെയ്യുക. മെയ് ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ട്രെയിലർ വരുമെന്ന് പ്രതീക്ഷിക്കാം. മെയ് 14-നോ 15-നോ ആയിരിക്കും സിനിമയുടെ റിലീസ് ഉണ്ടാവുക. ജയിലർ 2. നെൽസന്റെ ഡയറക്ഷനിൽ രജനീകാന്ത് നായകനായി വരുന്ന ഒരു പക്കാ മാസ് മസാല പാൻ ഇന്ത്യൻ ചിത്രം. ആദ്യ ഭാഗത്തിന്റെ ഗംഭീര വിജയത്തിന് ശേഷം സിനിമയ്ക്കൊരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് നെൽസൺ അന്നേ പറഞ്ഞതാണ്. തമിഴിൽ നിന്നും ആദ്യത്തെ 1000 കോടി നേടാൻ സാധ്യതയുള്ള സിനിമയാണ് ജയിലർ 2. മലയാളികൾക്ക് സിനിമയോടുള്ള ഒരു പ്രത്യേക ഇഷ്ടത്തിന് കാരണം അത് ലാലേട്ടനാണ്. ലാലേട്ടന്റെ ആ ഒരു ക്യാമിയ വലിയ ഇമ്പാക്റ്റ് ആണ് അന്നുണ്ടാക്കിയത്. ഈ വരാൻ പോകുന്ന ജയിലർ 2-ലും ലാലേട്ടൻ ഉണ്ടാവും. സിനിമയിൽ ലാലേട്ടന്റെ ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. ശിവരാജകുമാറിന്റെ ഒപ്പമുള്ള ഒരു വീഡിയോയിലാണ് ലാലേട്ടന്റെ ലുക്ക് കാണിച്ചിരിക്കുന്നത്. സിനിമയിൽ ലാലേട്ടന്റെ ഡി-ഏജിംഗ് സീനുകൾ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യ ഭാഗത്തിലെ പോലെ തന്നെ ഒരു ഗംഭീര ക്യാരക്ടർ തന്നെയായിരിക്കും ലാലേട്ടന്റേതെന്ന് പ്രതീക്ഷിക്കാം. ജനനായകൻ സിനിമ മെയ് മാസം വരുന്നതായിരിക്കും. ഏപ്രിൽ 30-ന് തന്നെ വരേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടും സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. സെൻസർ സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷമായിരിക്കും മൂവി ടീംസ് റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 30-ാം തീയതിക്ക് മുമ്പ് സെൻസർ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ മെയ് ഫസ്റ്റ് വീക്ക്, അതായത് 7-ാം തീയതിയോ 8-ാം തീയതിയോ സിനിമ റിലീസ് ചെയ്യാനാണ് നോക്കുന്നത്. ഇനിയെങ്ങാനും വീണ്ടും ഡിലേ ആവുകയാണെങ്കിൽ അതിന്റെ അടുത്ത വീക്കിൽ മെയ് 14-നോ 15-നോ സിനിമ റിലീസ് ചെയ്യാനും അവർ ശ്രമിക്കുന്നുണ്ട്. മെയ് 14-നോ 15-നോ വന്നാൽ സിനിമ സൂര്യയുടെ കറുപ്പ് സിനിമയുമായി ക്ലാഷ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാത്തിരിക്കാം ജനനായകൻ സിനിമയുടെ റിലീസിനായി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലും നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.